ലോക കോടീശ്വരനും സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും ഒക്കെ ഉടമസ്ഥനുമായ ഇലോൺ മസ്ക് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് റോക്കറ്റ് വിക്ഷേപിച്ചതിനോ അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്ന വിപണിയിൽ എത്തിച്ചതിനോ അല്ല, മറിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ്. ആധുനിക അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും സ്വാധീനവുമുള്ള രാഷ്ട്രീയ സഖ്യങ്ങളിൽ ഒന്നായിരുന്നു ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മസ്കിന്റെ ഈ പിന്മാറ്റം 2026 വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തീർച്ചയായും വലിയ തിരിച്ചടിയാകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ പുനരുജ്ജീവനത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായിരുന്നു ഇലോൺ മസ്ക്. 2024 പൊതു തിരഞ്ഞെടുപ്പിൽ മസ്ക് നേരിട്ട് ട്രംപിനൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുകയും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ട്രംപിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങളാണ് ഉണ്ടായത്. ഇതിനെല്ലാം പുറമെ ഏകദേശം 2600 കോടിയോളം രൂപ മുടക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ പ്രചാരണ സംവിധാനങ്ങളുടെ സംഘാടനത്തിനും അടിസ്ഥാന വിഭാഗങ്ങളെ അണിനിരത്തുന്നതിനും ഈ സാമ്പത്തിക നിക്ഷേപം നിർണായകമായിരുന്നു. മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ട്രംപിന് സ്വാധീനം ചെലുത്താൻ സഹായിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ കൂട്ടുകെട്ട് നല്ല നിലയിൽ പോവുകയും മസ്കിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു ഉപദേശക വകുപ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അധികം വൈകാതെ ഈ ബന്ധത്തിന് ചെറിയ വിള്ളലുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. മസ്കിന്റെ പല ഇടപെടലുകളും പ്രഖ്യാപനങ്ങളും വിഭജനം വളർത്തുക, തീവ്രവാദത്തെ വെള്ളപൂശുക, സ്വേച്ഛാധിപത്യ പ്രവണതകൾ സൃഷ്ടിക്കുക എന്നീ പ്രത്യേകതകൾ കാണിക്കുന്നതായി വിമർശനങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ മസ്ക് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സർക്കാർ പരിഷ്കരണത്തിനും വേണ്ടിയാണ് തന്റെ പ്രവർത്തനങ്ങൾ എന്നാണ്. ഇതുകൂടാതെ വർദ്ധിച്ചു വരുന്ന ധ്രുവീകരണ രാഷ്ട്രീയ നിലപാടുകൾ മസ്കിന്റെ ബ്രാൻഡുകളുടെ ആഗോള വിപണിയെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ടെസ്ല ഓഹരി ഉടമകളിൽ നിന്ന് തന്നെ കടുത്ത സമ്മർദ്ദവും നേരിടേണ്ടി വന്നു. പിന്നാലെ കഴിഞ്ഞ പാദത്തിലെ ടെസ്ലയുടെ ലാഭത്തിലുണ്ടായ കുറവ് മസ്കിനെതിരെ ഓഹരി ഉടമകളെ തിരിപ്പിക്കുന്നതിന് കാരണമായി. ഒരവസരത്തിൽ ടെസ്ലയിൽ നിന്ന് മസ്കിനെ പുറത്താക്കുന്നതിനുള്ള ശ്രമങ്ങൾ വരെ നടന്നിരുന്നു. കൂടാതെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ആഗോളതലത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും മസ്കിന്റെ ബ്രാൻഡുകൾ ബഹിഷ്കരിക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ. മസ്കും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ട്. അമേരിക്കൻ ഗവൺമെന്റിന്റെ ചെലവ് ചുരുക്കാനുള്ള മസ്കിന്റെ ഉപദേശങ്ങൾ ട്രംപ് അവഗണിക്കുന്നതും ഫലപ്രാപ്തിയിലെത്താത്തതും ഇവർക്കിടയിലെ അകൽച്ച വർദ്ധിപ്പിച്ചു. അടുത്ത കാലത്തായി ട്രംപ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണല്ലോ ഊന്നൽ നൽകുന്നത്. തന്റെ ക്രിപ്റ്റോ കറൻസി കമ്പനികളുടെ വളർച്ചയ്ക്കും വ്യാപ്തിക്കുമായി മിഡിൽ ഈസ്റ്റുമായും പാകിസ്ഥാനുമായും വരെ കരാറുകളിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള കരാറുകൾക്ക് പകരമായി പല ആഡംബര സമ്മാനങ്ങളും ട്രംപ് കൈപ്പറ്റുന്നുമുണ്ട്. ഖത്തറിൽ നിന്ന് ലഭിച്ച ആഡംബര വിമാനം ഇതിനൊരു ഉദാഹരണമാണ്. ഇതേസമയം അപ്പുറത്ത് മസ്കിന് തന്റെ കമ്പനികളുടെ പ്രശസ്തി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കമ്പനിയിലെ ജീവനക്കാരിൽ നിന്ന് വരെ രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തണമെന്ന കത്തുകൾ വരെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ബിസിനസ് എതിരാളികളായ ആപ്പിളും ഗൂഗിളും ഈ അവസരം മുതലെടുത്ത് മുന്നേറുകയും ചെയ്തു. ഇതെല്ലാം കണക്കിലെടുത്താവണം കഴിഞ്ഞ ആഴ്ചകളിൽ ഖത്തറിൽ വെച്ച് നടന്ന എക്കണോമിക് ഫോറത്തിനിടെ തന്റെ പിന്മാറ്റത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയതും കൂടുതൽ രാഷ്ട്രീയ സംഭാവനകൾ നൽകില്ലെന്നും ടെസ്ല, സ്പേസ് എക്സ്, XAI എന്നിവയുടെ വികസനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരിച്ചത്. എന്നാൽ ട്രംപ് ഇതൊന്നും വിലക്കെടുക്കാതെ മുന്നോട്ടു പോകുകയാണ്. തൽക്കാലത്തേക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ മസ്കിന്റെ മൂലധനവും സാങ്കേതിക വൈദഗ്ധ്യവും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും ട്രംപിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.